ആരെങ്കിലും മലയാളികളായിട്ട് ആരെങ്കിലും ഇതുപോലുള്ളൊരു അവസരം ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ ദയവേത് നിങ്ങൾ അവർക്ക് ഒരു വീട് ഉണ്ടാക്കി കൊടുക്കരുത്. ഇതുപോലുള്ള വീട് ഉണ്ടാക്കി കൊടുക്കരുത്. എങ്ങനെയുള്ള വീട് ഉണ്ടാക്കി തരണം സർ? അതും കൂടെ ഒന്ന് പറഞ്ഞാട്ടെ. ഈ പുള്ളിക്കാരൻ ഈ താഴെ കൊടുക്കാം, ഈ കാണുന്ന ഒരു സെറ്റപ്പിൽ ജീവിച്ചു വന്ന ടീമുകളാണ്. അവർക്ക് നല്ലൊരു വീടും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി കൊടുത്ത ഫിറോസ് എന്ന് പറയുന്ന ആൾക്കെതിരെയാണ് ഇങ്ങനെ വന്നിട്ട് വായ്ത്താളം അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. വേറൊന്നുമല്ല, ഈ കാര്യങ്ങൾ ഏകദേശം ഒന്ന് കലങ്ങി തെളിഞ്ഞു തുടങ്ങി. സോ നമ്മൾ ഈ ഒരു കാര്യം ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഉപകാരപ്രദമായ വീഡിയോസ് ചെയ്യാം. ഇത് ഉപകാരമില്ല എന്ന് തോന്നുന്ന ആളുകൾ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ എന്തെങ്കിലും കാണുക. ഓക്കെ, അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. വീട് ഉണ്ടാക്കി കൊടുത്തിട്ട് അവരെ അവിടെ താമസിപ്പിക്കാൻ, ഈ ഉണ്ടാക്കുന്നവൻ പറയുന്ന ആൾ അവിടെ താമസിപ്പിക്കാനും നാട്ടുകാർ പറയുന്ന ആൾക്കാരെ അവിടെ താമസിക്കാനും അങ്ങനെ ഒരിക്കലും ചിന്തിച്ച് നിങ്ങൾ ആർക്കും ഒരു സഹായം ചെയ്യരുത്. ഇവിടെ ഇയാൾ പറഞ്ഞതിലെ ടോണും കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കണം. ഇന്ന ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് നിങ്ങൾ വീട് പണിത് തന്നതെങ്കിൽ അങ്ങനെ ആർക്കും ചെയ്തു കൊടുക്കരുത് എന്ന്. ആ ഉദ്ദേശിച്ച ആൾക്കാർ ആരൊക്കെയാണെന്ന് മനസ്സിലായോ? കിച്ചുവിന്റെ അച്ഛമ്മ, അതായത് സുധിയുടെ അമ്മേനെയും കൂടെ ഉദ്ദേശിച്ചിട്ടാണ് അവർ ആ വീട് പണിതത്. അത് ഇവർക്ക് അങ്ങോട്ട് ദയിച്ചിട്ടില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ മുടക്കിയിട്ടാണ് ഒരു വീട് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അവിടെ ആര് കയറണം, അവിടെ ആര് കയറരുത്, അവിടെ താമസിപ്പിക്കേണ്ടത് ആരൊക്കെയാണെന്ന് തീരുമാനിക്കാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട്. മനസ്സിലായോ? അതേപോലെ തന്നെയാണ് അയാൾ പറഞ്ഞിട്ടുള്ളതും. അയാൾ വേറെ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ല. സുധിയുടെ മക്കൾക്ക് വേണ്ടിയാണ് വീട്. ആ വീട്ടില് സുധിയുടെ മക്കളും ഭാര്യയും അമ്മയും കൂടെ ഒരുമിച്ച് താമസിക്കും എന്ന് കരുതിയിരുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയാം. കൊല്ലംകാർക്ക് കയറി താമസിക്കാൻ വേണ്ടിയിട്ടാണ് വീടുണ്ടാക്കി കൊടുത്തതെന്ന് അപ്പം പറഞ്ഞിട്ടില്ല എന്നൊക്കെ വലിയ ഡയലോഗ് അടിച്ചല്ലോ. കൊല്ലംകാർക്ക് വേണ്ടി താമസിക്കാനല്ല വീട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കയറി താമസിക്കാൻ വേണ്ടിയല്ല വീട്. അതും കൂടെ അങ്ങോട്ട് മനസ്സിലാക്കുക. ഇയാളുടെ ഈ കുറഞ്ഞ വർത്തമാനം കേൾക്കുന്ന സമയത്ത് എനിക്കുണ്ടല്ലോ എന്താ പറയാൻ തോന്നുന്നറിയോ? ജോജു ചേട്ടാ, അത് ലേശം കൂടിപ്പോയി. ഇറ്റ്സ് ഓക്കെ, സാരല്ല, ക്ഷമിച്ചോളാം. അച്ഛന്റെ പ്രായങ്ങാനുണ്ട്. ബാക്കി കണ്ടിന്യൂ. അങ്ങനെ ഒരിക്കലും ചിന്തിച്ച് നിങ്ങൾ ആർക്കും ഒരു സഹായം ചെയ്യരുത്. ഈ ഒരു സഹായം കിട്ടിയോണ്ട് ഞങ്ങൾക്ക് ഭയങ്കര മനപ്രയാസം കൂടി പറയാം. ഞങ്ങളെ നോക്കണ്ട. ഈ കുഞ്ഞിനെ ഓർത്തോ, ഈ 5.5 വയസ്സുള്ള കുഞ്ഞിനെ ഓർത്തോ. കിച്ചു അവന് 21 വയസ്സായി. സുധി മരിക്കുമ്പോൾ അവന് 19 വയസ്സുണ്ട്. അവനിന്ന് കോളേജിൽ പഠിക്കുന്ന ഒരു പുരുഷനാണ്. അതെ, പുരുഷനാണ്, കോളേജിൽ പഠിക്കുന്ന പുരുഷനാണ്. ആ ബോധം നിങ്ങൾക്കുണ്ടോ? അങ്ങനെ നോക്കുമ്പോൾ സുധിയുടെ മക്കൾക്ക് വേണ്ടി പണിത് കൊടുത്ത വീടിന്റെ ഗൃഹനാഥൻ ആരാണ്? കിച്ചു ആണ്. അപ്പൊ നിങ്ങളല്ല ഇവിടെ വന്നിരുന്ന് ഈ വായ്ത്താളം അടിക്കേണ്ടത്. കിച്ചു ആണ് ആ വീട്ടിലെ പോരായ്മകളും മറ്റു പലതും ശ്രദ്ധിക്കേണ്ട ആളും, അത് പുറത്തേക്ക് പറയേണ്ട ആളും, അതിന് വേണ്ട അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ട ആളും. ഫിറോസിനെ കാര്യമായിട്ട് ഇപ്പൊ സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഫിറോസിനെ ആ വീടിന്റെ പണി തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെ, അല്ലെങ്കിൽ ഇപ്പോഴും ആ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയാണെങ്കിൽ പോലും കോൺടാക്ട് ചെയ്യാൻ അധികാരമുള്ള ഒരേ ഒരാൾ എന്ന് പറയുന്നത് കിച്ചു ആണ്. കാരണം കിച്ചു ആണ് ആ വീടിന്റെ ഗൃഹനാഥൻ. മനസ്സിലായോ? ആ ബോധം നിങ്ങൾക്കുണ്ടോ? 21 വയസ്സ് അവനുണ്ടെന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടോ? അതുണ്ടെങ്കിൽ നിങ്ങൾ കയറി വന്നിരുന്നിട്ട് ഈ കണ്ടേനും തൊട്ടേനും പിടിച്ചതിനും ഒക്കെ കുറ്റം പറയില്ല. മകളെ പറഞ്ഞ് മനസ്സിലാക്കും, മകളെ ഇതെങ്കിലും കിട്ടി. നമ്മൾ ആദ്യം താമസിച്ച വീട്ടിൽ നിന്ന് എത്രയോ ബെറ്റർ ആയിട്ട് ഒരു വീട് നമുക്ക് കിട്ടി. ഇനി ഇതിൽ വരുന്ന ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികൾ പുറമെ ആരോടും പറയാതെ നമുക്കത് മെയിൻറ്റെയിൻസ് ചെയ്തിട്ട് ഇത് നല്ലൊരു വീടാക്കി എടുക്കാം. ആ ഒരു സാമാന്യ ബോധം നിങ്ങൾ കാണിച്ചില്ലല്ലോ. നിങ്ങൾക്കെല്ലാം ഇങ്ങനെ ഓസിന് കിട്ടണം. വെറുതെ കിട്ടിയാൽ എന്തൊക്കെയോ സാപ്പിടുന്നൊക്കെ നമ്മളൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതേപോലെ തന്നെ എല്ലാം വെറുതെ കിട്ടണം. ഞങ്ങൾക്ക് ഇങ്ങനെ കയ്യും കെട്ടിയിരുന്നാൽ മാത്രം മതി. പറയുന്നില്ല അവൻ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കാൻ പറ്റുമോ? ആരും ഋതപ്പനെ പറയുന്നില്ല. അതാണ് ഇവരുടെ വിഷമം. എല്ലാവരും കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്നു, ഋതപ്പനെ ആരും പറയുന്നില്ല. ഋതപ്പനെ ഞങ്ങൾ എന്ത് പറഞ്ഞിട്ടാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്? ഋതപ്പന് അവന്റെ അമ്മയുണ്ട്, കിച്ചുവിന് അവിടെ അമ്മയും ഇല്ല, അച്ഛനും ഇല്ല. അവിടെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഓ സോറി ഋതപ്പൻ, ഇപ്പൊ അമ്മയില്ലാത്ത പോലെ തന്നെയാണ്. നിങ്ങൾക്ക് ആ കൊച്ചിനെ നോക്കാൻ ടൈം ഇല്ലല്ലോ. നാട്ടുകാർ വന്ന് നോക്കണല്ലോ നിങ്ങളുടെ കൊച്ചിനെ. അതാണല്ലോ ഇന്നലെ കഴിഞ്ഞ ഏതോ ഒരു റോഹന്റെ കൂടെ ഒരു ഇന്റർവ്യൂക്ക് അതും പറയുന്നത് കേട്ടു. എന്നാ വന്ന് നോക്കട്ടെ. പിന്നെ മാറ്റി പറഞ്ഞു, അയ്യോ ഞാൻ എന്റെ കൊച്ചിനെ വിട്ടു തരില്ല. ആദ്യം നിങ്ങളെ വായിക്ക് കുറച്ച് ലൈസൻസ് ഉണ്ടാക്കുക, എന്നിട്ട് വന്ന് വളവളയെന്ന് സംസാരിക്കും. കിച്ചുവിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഋതപ്പൻ ആ സപ്പോർട്ട് കിട്ടുന്നില്ല. അതാണ് നിങ്ങളുടെ പ്രശ്നം. ഈ കുഞ്ഞിനെ എവിടെ ഇട്ടിട്ട് പോകും? ഈ ഉത്തരവാദിത്തപ്പെട്ട ഇവിടെ താമസിക്കുന്നവരാരും എനിക്കതേ പറയുള്ളൂ. ഉത്തരവാദിത്തപ്പെട്ട ഈ സോഷ്യൽ മീഡിയക്കാരുടെ, ഈ കുറെ യൂട്യൂബർമാരുടെ ഈ വർത്താനങ്ങൾ കേട്ടല്ലേ അവരുടെ ആ രീതിക്ക് സംസാരിച്ച് അതുകൊണ്ട് എന്താ പറയുന്നത്, സ്വർഗം പോലെ തുള്ളിച്ചാടുന്ന കുറെ പ്രിയപ്പെട്ടവരോട്ടെ അവരിങ്ങോട്ട് ആ കുഞ്ഞിനെ നോക്കട്ടെ. നീ രേഷ്മ, നീ ഒരു തള്ളയാണോ? നീ ഒരു അമ്മയാണോ? സ്വന്തം കുഞ്ഞിനെ വേറെ ആരെങ്കിലും നോക്കട്ടെ എന്നൊക്കെ പറയാൻ മാത്രമുള്ള മനസാക്ഷി നിന്നെ പോലെയുള്ള ചില അവതാരങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. കേട്ടോ? രേഷ്മ പി തങ്കച്ചൻ, ഇനി മുതൽ നിങ്ങൾ അതേ വിളിക്കുന്നുള്ളൂ. സുധിയുടെ പേര് വാലി കൊണ്ട് നടക്കാനുള്ള യാതൊരു വിധത്തിലുള്ള യോഗ്യതയും അർഹതയും നിങ്ങൾക്കില്ല. മനസ്സിലായോ? മകനായ കിച്ചു പോലും ആ പേര് ഉപയോഗിക്കാത്ത പക്ഷം നിങ്ങൾക്ക് ആ പേരിന് ഒരു വിലയില്ല എന്നുള്ള കാര്യം നിങ്ങളുടെ പ്രവൃത്തി തന്നെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ കൊച്ചിനെ ഞങ്ങളാണ് നോക്കേണ്ടത്. എത്രയോ അമ്മമാര്, ഭർത്താക്കന്മാര് നഷ്ടപ്പെട്ടു പോയ അമ്മമാര് ഇങ്ങനെ കൊച്ചുങ്ങളെ, ഇത്ര പോലെ പറക്കമുറ്റാത്ത കൊച്ചുങ്ങളെയൊക്കെ നോക്കി വളർന്നത് കണ്ട് നിങ്ങൾ പഠിക്കണം. മനസ്സിലായോ? രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു ജോലിക്ക് പോയിട്ട് ആ കൊച്ചിനെ നിങ്ങൾക്ക് മാന്യമായ രീതിയിൽ നോക്കാലോ. ഒരു സ്കൂളിൽ LKG UKG പോകേണ്ട പ്രായമാണ്. ആ കുട്ടീനെ LKG UKG വിട്ടിട്ട് രാവിലെ അതിനെ വിട്ട് വൈകുന്നേരം ഒരു സ്ഥലത്ത് ജോലിക്ക് പോയി തിരിച്ചു വരുന്ന തരത്തിലുള്ള ഒരു ജോലി നിങ്ങൾക്ക് നോക്കാലോ. നിങ്ങൾക്ക് നിങ്ങളുടെ കൊച്ചിനെയും നോക്കാം, നിങ്ങൾക്ക് ഒരു വരുമാനമായി ആയല്ലോ. കയറി കിടക്കാൻ സ്വന്തമായിട്ടൊരു വീടുണ്ട്.
ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കൊച്ചിനെ നോക്കാനുള്ള പൈസ മാത്രം കണ്ടെത്തിയാൽ പോരെ? അതിന് നിങ്ങൾക്ക് ഒരു മാസ വരുമാനമുള്ള തൊഴിൽ തന്നെ ധാരാളമാണ്. കൊച്ചിനെ ഞങ്ങൾ നോക്കണം വന്നിട്ട്, നിങ്ങളുടെ കൊച്ചിനെ. കഷ്ടം തന്നെ, ഇത് പറയാനുള്ള ഒരു മനസ്സ് കാണിച്ചല്ലോ. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഋതപ്പനോടുള്ള സ്നേഹത്തിന്റെ ആഴം ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് കുറച്ച് ഫെയിം കിട്ടിയപ്പോൾ കൊച്ചിനേക്കാളും കൂടുതലായിട്ട് ആ ഫെയിമും ആ പ്രതീക്ഷയൊക്കെ കിട്ടിയാൽ മതി. വേറെ ഒന്നും നിങ്ങൾക്ക് വേണ്ട. ഈ ഫിറോസ് ഉൾപ്പെടെ പറട്ടെ വന്നിവിടെ അവർക്ക് ഇഷ്ടപ്പെട്ടവരെ താമസിപ്പിക്കാം. നിങ്ങൾ എന്തൊക്കെയാ വായി തോന്നുന്നവർ വിളിച്ചു പറയുന്നത്? അവർക്ക് ഇഷ്ടപ്പെട്ടവരെ അവരവിടെ താമസിപ്പിക്കട്ടെ. ഫിറോസിനോട് സുധീന്റെ അമ്മേന്റെ കാര്യം പറഞ്ഞതിനെ പറ്റിയിട്ടാണ് ഇവർ ഈ പറയുന്നത്. നിങ്ങൾക്ക് ആ വീട്ടിൽ നിൽക്കാനുള്ള അതേ റൈറ്റ് സുധിയുടെ അമ്മയ്ക്കും ഉണ്ട്. അവരത് അവിടെ വന്ന് കാണിക്കാത്ത എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങളുടെ വലിയ ബോധമുള്ള അപ്പനല്ലേ? ചിന്തിച്ചു നോക്ക്. മിനിമം കോമൺ സെൻസ് യൂസ് ചെയ്തിട്ട് ആലോചിച്ച് നോക്ക്. 5.5 വയസ്സുള്ള കുഞ്ഞിനെ ആര് നോക്കും? പറയടോ, താനൊക്കെ പറ. കൊച്ചിനെ തള്ള നോക്കണം, അതല്ലേ നാട്ടു നടപ്പ്. അല്ലാണ്ട് വേറെ ആരെങ്കിലും വന്ന് നോക്കുമോ നിങ്ങളുടെ കൊച്ചിനെ? നോക്കോ? നിങ്ങൾ ആ കൊച്ചിനെ നോക്കാൻ വേണ്ടി തന്നെയാണ് ആ വീട്ടിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ ഈ ഇന്റർവ്യൂ ഇതിൽ ആറ്റിറ്റ്യൂഡും കണ്ടതുകൊണ്ട് പറയാണ്. നിങ്ങൾക്ക് ആ കൊച്ചിനെ നോക്കണമെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ തന്നെ നോക്കിയാലേ നോക്കാൻ പറ്റുള്ളൂ എന്നുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. വാടക വീട്ടിലോട്ട് മാറാനോ നിങ്ങൾ ആദ്യം താമസിച്ചിരുന്ന വീട്ടിലോട്ട് മാറാനാണെങ്കിൽ കൊച്ചിനെയും കൊണ്ടുപോവാ. ഇപ്പൊ നിങ്ങൾ മുത്തശ്ശനും മുത്തശ്ശി എങ്ങനെ ആ കൊച്ചിനെ നോക്കുന്നു അതേപോലെ ആ കൊച്ചിനെ നോക്കുക. രേണുവിന്റെ എന്തെങ്കിലും പരിപാടിക്കായിട്ട് പോയി ഇറങ്ങിപ്പോട്ടെ. പിന്നെ നിങ്ങൾ ഈ വന്ന് വായ്ത്താളടിക്കുന്നത് എന്തിനാ? നിങ്ങൾക്ക് ആ വീട്ടിൽ നിൽക്കുകയും വേണം, ആ വീട്ടിലൊന്നും തന്നെ ഋതപ്പനെ നോക്കുകയും വേണം. പിന്നെ നിങ്ങൾക്ക് ഞാൻ പറയുന്നില്ല, കൂടുതൽ പറഞ്ഞാൽ കൂടിപ്പോകും. കൊച്ചിന്റെ തള്ള നോക്കണം, അതാണ് നാട്ടു നടപ്പ്. ഋതപ്പനോട് അത്രയും കാര്യപ്പെട്ട സ്നേഹമുള്ളൊരു തള്ളയാണെങ്കിൽ എന്റെ കൊച്ചിന് അപ്പനില്ല, ഇനി അമ്മയുടെ പ്രസൻസ് ആ കുട്ടിക്ക് കിട്ടേണ്ട ഒരു സമയമാണ് എന്നുള്ള ഒരു സാമാന്യ ബോധമുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ കാണുന്ന സോഷ്യൽ മീഡിയ കാണുന്ന റീൽസിന്റെയും ഇതിന്റെ ഒന്നും പുറകെ തള്ള പോകില്ല. സ്വന്തം കൊച്ചിനെ നോക്കാനും വേണ്ടി ആ കുട്ടിനെ രാവിലെ വല്ല LKGയിലും UKGയിലും വിട്ടിട്ട് മാന്യമായ രീതിയിൽ ഒരുപാട് പേർക്ക് ഇവർ ജോലി ശരിയാക്കി കൊടുക്കാം എന്ന് പറഞ്ഞ് അതൊക്കെ നിരസിച്ച ആളാണ് രേണു എന്ന് പറയുന്ന ഈ രേഷ്മ പി തങ്കച്ചൻ. അങ്ങനെയുള്ളൊരു ജോലി ചെയ്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്ക് കഴിഞ്ഞ് ആ കുട്ടീനെ പഠിപ്പിക്കുക കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുമായിരുന്നു. ഇതിപ്പോ അവക്ക് ഈ രേഷ്മയ്ക്ക് കൊച്ചിനെ നോക്കാനും സമയമില്ല, അത് നോക്കാൻ നാട്ടുകാരും കൂടെ വരണം. ഈ സംസാരിക്കുന്നത് ഒരു ഫോൺ കൈ കിട്ടിയോണ്ട് അതേ കയറി സംസാരിക്കുന്നതുകൊണ്ട് വലിയ കാര്യം എന്ന് ഓർത്ത് ജനങ്ങളെ വിഡ്ഢിയാക്കിക്കും. ഇപ്പൊ ഈ പറഞ്ഞ ഈ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അതാ പുറകിലൊരു സാധനം ഇരിക്കുന്നില്ല ഈ സൈഡിൽ, അതിനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും കേട്ടോ. ഒരു ക്യാമറയും പൊക്കി പിടിച്ച് ആരെങ്കിലും വരുന്ന സമയത്തേക്കും 1000 പോകുന്ന നാക്കിന് ലൈസൻസ് ഇല്ലാണ്ട് വായി തോന്നുന്ന എല്ലാം കൂടെ വായിക്ക് വന്നത് ഗോതക്കി പാട്ട് എന്ന് പറയുന്ന പോലെ എല്ലാം കൂടെ അങ്ങോട്ട് പോയി പറയരുത് എന്നുള്ളത് അടുത്തിരിക്കുന്ന മുതലുണ്ടല്ലോ, അതിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കട്ടോ. അല്ലെങ്കിൽ നിങ്ങളൊരു അപ്പനെന്ന നിലയിൽ സോഷ്യൽ മീഡിയക്കകത്ത് ഇവരെ കാണിച്ചു കൂട്ടുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനം കാണുന്നത് മോളെ സുധിയുടെ പേര് നീ നശിപ്പിക്കരുത്. അതുകൊണ്ട് നീ മറ്റുള്ള പുരുഷന്മാരെ കൂടെ ഇങ്ങനെ അഭിനയത്തിന്റെ പുറമെ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നത് തെറ്റാണ്, അത് മോശമാണ്, അങ്ങനെ ചെയ്യരുത് എന്ന് നല്ലൊരു തന്തയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കൂലേ? നിങ്ങളത് പറഞ്ഞു കൊടുത്ത് ആ കാര്യത്തിൽ അവരെ തിരുത്താൻ വേണ്ടി നോക്കിയില്ലല്ലോ. നിങ്ങൾക്ക് കിട്ടിയ സാധനങ്ങളുടെ കുറ്റം പറയല്ലേ? അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഈ ഫിറോസിനോട് ഇത്ര വൈരാഗ്യം കയറാനും അയാളെ ഇത്രയധികം തള്ളി പറയാനും നിങ്ങൾക്ക് എന്താണ് ഇത്ര പ്രശ്നം? ഫിറോസായിട്ട് എന്താണ് പ്രശ്നം? നിങ്ങളുടെ ഇത്തരത്തിലുള്ള രോക്ഷം കാര്യങ്ങൾ കാണുന്ന സമയത്ത് ഫിറോസ് പറയുന്നതിന് 100% സത്യം. നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ ഫിറോസ് നിരസിച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര കടി. ഇവിടെ വന്നത് ഞങ്ങൾക്ക് ഇവിടെ അയൽവക്കം എന്ന് പറഞ്ഞാൽ 5.5 ഏക്കർ സ്ഥലത്തിനകത്ത് ഈ ഒരു വീടും ഇവിടെ താമസിക്കുന്ന വിഷയമുള്ളൂ. ബാക്കി ഞങ്ങൾ ഇറങ്ങി വേണം അയൽവക്കത്ത് ആരെങ്കിലും ഉണ്ടോ സംസാരിക്കാനായിട്ട്. നോക്കിക്ക് അവർക്ക് കിട്ടിയ ഒരു സ്ഥലം പോലും കുറ്റാണ്. അവരിങ്ങനെ ഇറങ്ങി അയിലില്ല നടന്നിട്ട് വേണം നിങ്ങൾക്ക് സംസാരിക്കാനും ഇടപഴകാനും വേണ്ടി ഒരു സ്ഥലം എന്ന രീതിയിലല്ല. ഒരു ബിഷപ്പ് അയാളുടെ ഒരു ഓഹരിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 7 സെന്റ് സ്ഥലം തരുന്നു. അതിൽ നിങ്ങളുടെ ഡിമാൻഡ് നോക്കിയല്ല അവർ സ്ഥലം തന്നത്. നിങ്ങൾക്ക് അത്ര പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സാധനം അർഹതപ്പെട്ട കയ്യിലേക്ക് ആ ചാവി കൊടുത്ത് ഏൽപ്പിച്ചിട്ട് എറണാകുളം സിറ്റിയിലോ കോട്ടയം സിറ്റിയിലോ കോഴിക്കോട് സിറ്റിയിലോ അല്ലെങ്കിൽ വല്ല ഫ്ലാറ്റോ എടുത്ത് നിങ്ങൾ താമസിക്കുമോ? രേണു ഇപ്പൊ വലിയ ആളായി പോയില്ലേ, സെലിബ്രേറ്റ് ചെയ്യില്ലേ? അപ്പൊ അതിന്റെ സ്റ്റാറ്റസിൽ താമസിക്കണ്ടേ അല്ലേ? ഇവിടെ അന്തസ്സായിട്ട് 24 കാര്യം ഇവിടെ പണിത് തരുമായിരുന്നു. ഞങ്ങൾക്ക് വലിയ വീടല്ല, അവർ അന്തസ്സായിട്ട് 2 വീടും 2 മുറിയുടെ ഒരു വീട് ഈ കുഞ്ഞുങ്ങൾക്ക് അല്ല അവർ വെച്ച് തരും. അതെ 24 ചാനലുകാർ അവരുടെ ചാനൽ ഒരു വർഷത്തേക്ക് പൂട്ടി വെച്ചിട്ട് ശ്രീകണ്ഠൻ നായർ കുമ്മായം കുഴയ്ക്കാനും അരുൺകുമാർ അത് ചുമരുമ്പ് തേച്ചൊട്ടിക്കാനും സുജയ അത് ചുമക്കാനും വന്നേനെ ഇപ്പൊ നിങ്ങളുടെ വീട് പണിക്ക് 24 വീട് വെച്ച് തരാൻ വേണ്ടി. എടോ തങ്കൻ ചേട്ടാ, നിങ്ങൾക്ക് വീട് വെച്ച് തരിക എന്ന് പറയുന്നത് ഇതേപോലെ ഏതെങ്കിലും സ്പോൺസേഴ്സിനെ കണ്ടുപിടിച്ചിട്ട് വീടുണ്ടാക്കി തരിക എന്ന് തന്നെയാണ് അവർ ഉദ്ദേശിച്ചത്. അല്ലാണ്ട് ഒരു വർഷത്തേക്ക് ചാനൽ കൂട്ടിയിട്ട് ഈ ചാനലിലെ അംഗങ്ങൾ എല്ലാവരും കൂടെ വന്നിട്ട് നിങ്ങളെ വീട് പണി എടുത്തു തരാനൊന്നും അല്ല അവർ ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരുപാട് പേരുടെ സഹായം ചേർന്നാണ് നിങ്ങളുടെ ആ ഒരു വീട്. നിങ്ങൾ ഈ ഫിറോസ് എന്ന് പറയുന്ന ഒരാളെ കുറ്റപ്പെടുന്ന സമയത്ത് ആ വീട്ടിലേക്ക് ഒരു മണൽത്തരി വരെ കോൺട്രിബ്യൂട്ട് ചെയ്ത് അത്രയും ആൾക്കാരെയാണ് നിങ്ങൾ ചവിട്ടി തേക്കുന്നത്. മനസ്സിലായോ? വീടിന് അതിന്റേതായ മെയിൻ്റെനൻസ് ഉണ്ടെങ്കിൽ അത് കീപ്പ് ചെയ്യേണ്ടത് നിങ്ങളാണ്, അല്ലാണ്ട് സോഷ്യൽ മീഡിയക്കകത്ത് വന്ന് ഇങ്ങനെ നാറ്റിക്കല്ല. കിച്ചുവിനും ഋതുവിനും ഭയങ്കര സ്നേഹമാണ് അവർക്ക് രണ്ടുപേർക്കും. പക്ഷെ പല മലയാളികളും ഋതുവിനെ മറന്നു പോകും. എല്ലാരും ഈ യൂട്യൂബേഴ്സ് കുറെ പേര് ജനിപ്പിച്ച മകനെ രേഷ്മ മറക്കുന്ന അത്രയല്ല മലയാളികൾ മറക്കുന്നത് കേട്ടോ. മലയാളികൾ ഋതുൽ എന്ന് പറയുന്ന ഋതപ്പനെ മറന്നിട്ടൊന്നുമില്ല. കിച്ചുവിന്റെ വീഡിയോസിൽ കിച്ചുവിനോട് അനിയനെ പോയി കാണണം, നോക്കണം, നല്ല മകനാണ് എന്നൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളുടെ വീഡിയോയിൽ, നിങ്ങളുടെ വ്ളോഗിൽ, നിങ്ങളുടെ സ്റ്റാറ്റസിൽ, നിങ്ങളുടെ സ്റ്റോറിയിൽ എവിടെയാണ് ഋതപ്പനെ കുറിച്ച് പറയാൻ? പ്രതീക്ഷ നിറഞ്ഞു നിൽക്കല്ലേ ദാസേട്ടനും, പിന്നെ നിങ്ങളെ പുകഴ്ത്തുന്ന ഒരുപാട് അന്തം ഫാൻസും. അതിന്റെ ഇടയ്ക്ക് നിങ്ങളുടെ ലൈഫിൽ എവിടെയാണ് ഋതപ്പനുള്ളത്? ആ പയ്യൻ ആ വീട്ടിൽ അച്ഛനും ഇല്ല അമ്മയും ഇല്ലാണ്ട് മുത്തശ്ശി നേരെ വേണം നോക്കുന്നുണ്ടോ എന്ന് പോലും അറിയാത്ത ഒരവസ്ഥയിൽ ആ കുട്ടി അവിടെ അതിന്റേതായ ഏതോ ഒരു ലോകത്ത് ജീവിച്ചു വളർന്നു വരുന്നു. അത് നിന്നോടുള്ള വിരോധം കൊണ്ട് എന്നോടുള്ള വിരോധം കൊണ്ട് അവനെ മക്കളാണ് 2 പേരും.
ഈ കിച്ചുവിനെ പോലെ തന്നെ അവകാശമുള്ളതാണ് ഋതുവിനെ പോലെ തന്നെ അവകാശമാണ് ഇപ്പൊ ഇവിടെ തർക്കം. അതുകൊണ്ടാണ് ഇപ്പൊ ഈ കുരുത്തി പറിച്ച് ക്രിമികടി കൂടിയിട്ട് ഇങ്ങനെ പല കാര്യങ്ങളും കൊണ്ട് സോഷ്യൽ മീഡിയക്കകത്തോട്ട് ഇറങ്ങുന്നത്. അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, അവകാശ തർക്കം തന്നെയാണ്. കാരണം കിച്ചുവിന്റെ വീടാണത്, കിച്ചു നീ അങ്ങോട്ട് പോ, അത് കിച്ചുവിന്റെ വീടാണെന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയക്കകത്ത് ഒരുപാട് പേര് കിച്ചുവിന്റെ വ്ളോഗിന്റെ താഴെ ലൈവില് കിച്ചുവിനോട് അത് പറയുന്നുണ്ട്. ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ, അല്ലാത്ത ആളുകളൊക്കെ കിച്ചുവിനെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വരുന്നുണ്ട്. അത് കിച്ചുവിന്റെ വീടാണ്, കിച്ചുവിന്റെ അതങ്ങോട്ട് സഹിക്കുന്നില്ല. അതാണ് ഈ അവകാശവാദവും കൊണ്ടുവരുന്നത്. കിച്ചുവിനെ പോലെ ഋതപ്പന് അവകാശപ്പെട്ട വീടാണ്. ഋതപ്പൻ അവിടെയല്ല താമസിക്കുന്നുണ്ടെങ്കിൽ ഋതപ്പനോടും പറയുമോ ഞാൻ നിന്റെ വീടാണ്, നീ അങ്ങോട്ട് പോ, ഋതപ്പൻ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. പല ആൾക്കാരും ഒരു 100 റിയാക്ഷൻ വീഡിയോ ഇറങ്ങുമ്പോ ഒന്നും ഞാൻ കാണുന്ന ഞാനും കാണത്തില്ല, ഒന്നും ഞാൻ കാണത്തില്ല. തൈപ്പൂയ കാവടിയാട്ടം പോയി. മക്കളെ, നിങ്ങൾ വല്ലാതെ അഹങ്കരിച്ച് ചിരിക്കലേ. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടല്ല റിയാക്ഷൻ വീഡിയോസ് ഇടുന്നത്, നിങ്ങളെ കാണുന്ന മറ്റ് ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് റിയാക്ഷൻ വീഡിയോസ് ഇടുന്നത്. മനസ്സിലായോ? ഈ സാമാന്യ ബോധം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ അത് ചിന്തിക്കും. ആ ബോധം ഇല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നേ. അപ്പനും കണക്കാ മോളും കണക്കാ, 10 ഗുണം 10 ഗുണം. ഓക്കെ, അപ്പൊ നമ്മള് വേറൊരു വീഡിയോ കൊണ്ട് വരാം. നമ്മളെ ബിഷപ്പ് രംഗത്ത് വന്നിട്ടുണ്ട്, രേണുവിനെതിരെ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ വീഡിയോ മുഴുവനൊന്ന് കണ്ടതിന് ശേഷം അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം. ഈ കാര്യം ഏകദേശം കലങ്ങി തെളിയാനായി. നമ്മൾ ഈ കണ്ടന്റ് ഇപ്പം അടുത്ത് തന്നെ വിടും. ബിഗ് ബോസിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ സോഷ്യൽ മീഡിയ ഒന്ന് കത്തിച്ചാലല്ലേ ബിഗ് ബോസ് കയറുമ്പോൾ ഒരു ഓളം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടൊക്കെയാണ്. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.